السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ കർണാടക വിദ്യാർത്ഥികൾ, നിങ്ങളുടെ സാഹിത്യ മത്സര പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കലകളെക്കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞ പരിപാടി. അതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ പരിപാടിയിലെ പ്രതിപാദ്യ ചർച്ച വിഷയം. മനുഷ്യർക്കിടയിലുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലുള്ള വിവിധ സ്കില്ലുകൾ, മഖ്ദിറത്തുകൾ എങ്ങനെ ഉത്തേജിപ്പിക്കാം എന്നതിലേക്കൊക്കെ വിരൽ ചൂണ്ടി ഇസ്ലാമിക കലകൾ, സാഹിത്യങ്ങൾ, വിവിധ ഫന്നുകളെക്കുറിച്ചുള്ള വിവിധ പ്രഭാഷണങ്ങൾ കന്നഡയിലാണെങ്കിലും ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പൗരാണികരായ പണ്ഡിതന്മാർ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിവിധ കലകളിലും തൊഴിലുകളിലും തിളങ്ങുന്നതോടൊപ്പം, അല്ലെങ്കിൽ മതരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നതോടൊപ്പം കലാരംഗത്ത്, തൊഴിൽ രംഗത്ത്, വ്യവസായ രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തിയവരായിരുന്നു. ഇമാം ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബലായിൽ അദ്ദേഹം വിശദീകരിക്കുന്ന 100-ലധികം പണ്ഡിതന്മാരുടെ വിവിധ സ്കില്ലുകൾ, കഴിവുകൾ, തൊഴിലുകൾ വളരെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അവര് പല ആളുകളെക്കുറിച്ചും അവിടെ ചർച്ചയുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരമായി അദ്ദേഹം ഇവിടെ ബാക്കി വെച്ചത് 300,000 ദീനാറായിരുന്നു. ഇന്ന് ഏകദേശം $60 മില്യൺ മുതൽ ആ വലിയ പണ്ഡിതന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ദർസ് നടത്തുന്നതോടൊപ്പം അദ്ദേഹം വിവിധ ഫന്നുകളെ രംഗത്ത്, തൊഴിൽ രംഗത്ത്, കലകൾ രംഗത്തൊക്കെ വലിയ വിദഗ്ധനായി തിളങ്ങിയ ഒരാളായിരുന്നു. ബഹുമാനപ്പെട്ട അബി സഈദ് അസ്-സമആനി അൽ-മർവസി അദ്ദേഹത്തിന്റെ അൻസാബ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം ധാരാളം ആളുകളെ പരിചയപ്പെടുത്തിയതായി കാണാൻ കഴിയും. കിതാബു സുന്നാഇ മിനൽ ഫുഖഹാഇ വൽ മുഹദ്ദിഥീൻ എന്ന നാമത്തിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യലായ കിതാബുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഏകദേശം 50ഓളം പണ്ഡിതന്മാർ, വലിയ ഗ്രന്ഥങ്ങൾ സമർപ്പിച്ച പണ്ഡിതന്മാർ, 50ഓളം ആളുകളെ വലിയ ബിസിനസ്സുകാരായിരുന്നു അവരെല്ലാവരും. ഇതൊക്കെ ബഹുമാനപ്പെട്ട സമആനി ഇമാം അവിടത്തെ ആ ഗ്രന്ഥത്തിൽ, നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ അസ്സുന്ന അൽ ഫുഖഹ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കിതാബു സുന്നാഇ മിനൽ ഫുഖഹാഇൽ അദ്ദേഹം ധാരാളം ബിസിനസ്സുകാരായ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. മറ്റൊരു ഭാഗത്ത് 1500ഓളം പണ്ഡിതന്മാരുടെ
400-ലധികമുള്ള വൈവിധ്യമാർന്ന സ്കില്ലുകൾ അതിൽ അവർ വിജയിച്ച ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ധനികരായ ആളുകളുടെ മുമ്പിൽ പണ്ഡിതന്മാർ കയ്യിലെ ഒരു ടവലായി മാറാതിരിക്കാൻ വേണ്ടി, നമ്മളെ ഭാഷയിൽ പണക്കാരെ മുമ്പിൽ പണ്ഡിതന്മാർ പാവകളാകാൻ പാടില്ല, ഒരു സ്വയം പര്യാപ്തത അവർക്കൊക്കെ ഉണ്ടാകണം. എന്നിട്ട് അവർ ധാരാളം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. സഹാബികളിൽ വലിയ മതരംഗത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം വലിയ ബിസിനസ്സുകാരെ നമുക്ക് കാണാൻ കഴിയും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കാന ഫഖീറൻ ലാ മാല ലഹു ഹീന വസലൽ മദീന മുഹാജിറൻ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉടുത്ത മുണ്ടുമായി വന്നവർ, അദ്ദേഹം നബിതങ്ങൾ ഒരാളെ വിളിച്ചുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഒരങ്ങാടി, ഒരു തട്ടുകട വെക്കാൻ ഒരു സ്ഥലം കാണിച്ചാൽ ബാക്കി ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ വലിയ ബിസിനസ് തുടങ്ങി. ചരിത്രത്തിൽ സഹാബികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ഇമാം ദഹബി അവിടുത്തെ സിയറിൽ പറയുന്നു, അൻ സർവതിഹി ലഖ്മതി വ കൈഫിയതി ഇസ്തിമാലിഹ, വലിയ പൈതൃകം സമ്പത്തിനെ കുറിച്ചും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ബിസിനസ് രംഗത്തുള്ള പാടവം. പണ്ഡിതന്മാർ നവാഖിദുൽ വുളു മാത്രത്തിൽ ഒതുങ്ങാൻ പാടില്ല, ഇമ്മാത്രയിന്റെ അസിൽ മാത്രം പണ്ഡിത ധർമ്മം ഒതുങ്ങാൻ പാടില്ല. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കുന്നതോടൊപ്പം പകർത്തുന്നതോടൊപ്പം സമുദായത്തിന്റെ, രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇറങ്ങി കീഴടക്കാൻ പറ്റിയ മേഖലകളെല്ലാം കീഴടക്കണം എന്നാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ടത് 10 മിനിറ്റാണ് ബഹുമാനപ്പെട്ട തസ്ലീം അവറുകൾ, ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ടവർ പണം സമ്പാദിച്ചു. തസദ്ദഖ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അലാ അഹദി റസൂലില്ലാഹി ബിശത്രി മാലിഹി 4000. അന്നത്തെ 4000 ദീനാർ മുതലിന്റെ പകുതി ഭാഗവും ദീനിനു വേണ്ടി ചെലവഴിച്ചു. സുമ്മ തസദ്ദഖ ബി 40,000 ദീനാർ, പിന്നെ 40,000 ദീനാർ വീണ്ടും കൊടുത്തു. വഹമല അലാ 500 ഫർസിൻ ഫീ സബീലില്ലാഹ്, ഷാമിൽ നിന്ന് 500ഓളം കണ്ടെയ്നർ, അന്നത്തെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഒട്ടകം, ആ കണ്ടെയ്നറിൽ എടുക്കാൻ കഴിയുന്ന അത്ര വിഭവങ്ങൾ കയറ്റി. മദീന അന്ന് പട്ടിണിയുടെ വക്കിലായിരുന്നു. മദീനയിൽ കൊണ്ടുവന്ന് എല്ലാം മദീനക്കാർക്ക് ദാനം ചെയ്ത ചരിത്ര സംഭവമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇമാം ദഹബി പറയുന്നു, ഹാദാ ഹുവൽ ഗനിയ്യു ശാക്കിറു, നന്ദിയുള്ള സമ്പന്നനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ സീറിൽ കാണാം. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന് അനന്തരം അവിടെ കാണാം വലിയ 40,000-ലധികം ദിർഹം, ഇന്ന് 80 മില്യൺ അമേരിക്കൻ ഡോളർ അദ്ദേഹത്തിന്റെ അനന്തരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി തങ്ങൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ, അദ്ദേഹത്തിന്റെ ഖജനാവിൽ 1000 ദിർഹം ഉണ്ടായിരുന്നു. ഇന്ന് അതിന്റെ വില കിട്ടുകയാണെങ്കിൽ, അതിന് വില കിട്ടുകയാണെങ്കിൽ 3000-ലധികം അല്ലെങ്കിൽ 30,000-ലധികം ദിർഹമായിരുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സഹാബികളിൽ മാത്രമല്ല, അവരെ പിൽക്കാലത്ത് വന്ന ആളുകളും, ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ അവിടുത്തെ തഹ്ദീബുൽ അസ്മായിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ആയിദിൽ മഅറൂഫ് ബി സഅദിൽ ഖർള് എന്നാണ് അദ്ദേഹത്തിന് പേര്. എന്താണ് അദ്ദേഹം പറയാന്നറിയോ? അദ്ദേഹം റസൂലുള്ളാഹിന്റെ ബാങ്കുകാരനായിരുന്നു. അദ്ദേഹത്തിന് എന്താണ് ഖർള് എന്ന് പേര് വെക്കാൻ കാരണം? ഉലീഫ ഇലൽ ഖർളില്ലദി യുദ്ബഉ ബിഹിൽ ജുലൂദു,
തോല് ഊറക്കിടുന്ന കെമിക്കൽ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. വകാന കുല്ലമ തജറ ഫീ ശൈഇൻ ഖസറ ഫീഹി, എല്ലാ ബിസിനസ്സിലും അദ്ദേഹത്തിന് പരാജയം തുടങ്ങി. അങ്ങനെ ഫത്തജറ ഫിൽ ഖർളി, തോല് ഊറക്കിടാനുള്ള കെമിക്കൽ അദ്ദേഹം തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന് വലിയ ലാഭം കിട്ടി. വൗളീഫ ഇലൈഹി ജഅൽ, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ വെറും കച്ചവടമായി പോയാൽ പോരാ, പള്ളിയിലൊരു മുഅദ്ദിനും ഒരു മദ്രസാധ്യാപകനും ഒരു ചപ്പൽ ബിസിനസ്സും കുഴപ്പമൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ തോല് ഊറക്കിടുന്ന കെമിക്കൽ കച്ചവടക്കാരനെ ഔദ്യോഗികമായി ബാങ്കുകാരനായി നിയമിച്ചു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ഭരണത്തിലായ സമയത്തും അദ്ദേഹത്തിന് ബാങ്ക് കൊടുത്തു. അങ്ങനെ അദ്ദേഹം മരിക്കുന്നത് വരെ തൊഴിലും ബാങ്കും അതുപോലെ ബിസിനസ്സുമായി മുമ്പോട്ട് കൊണ്ടുപോയ ആളായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ഇബ്നുൽ ജൗസി പറയുന്നു, അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിറിൽ സയ്യിദുൽ താബീൻ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സെയ്ത്തെണ്ണയുടെ ബിസിനസ്സുകാരായിരുന്നു. അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ എണ്ണ, സെയ്ത്തെണ്ണ ധാരാളം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു അദ്ദേഹം എണ്ണ കച്ചവടക്കാരനായിരുന്നു, സെയ്ത്തെണ്ണ. അദ്ദേഹം അതുപോലെ തന്നെ ഖതീബുൽ ബഗ്ദാദി തങ്ങൾ അദ്ദേഹത്തിന്റെ താരീഖുൽ ബഗ്ദാദിൽ, അതുപോലെ അബൂ നഈമുൽ അസ്ഫഹാനി അവിടുത്തെ ഹില്യത്തുൽ ഔലിയായിലും ഓർമ്മപ്പെടുത്തുന്നു, സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് കുട്ടികൾ ചോദിച്ചു, എന്താണ് ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ആയിട്ട് നടക്കുന്നത്, കിതാബ് ഓതി പഠിക്കല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ സമയത്ത് അന്ന സൗരിയ ഹാദാ അജാബ അഹദ തുല്ലാബിഹി ഹീനസ്തങ്കറ ഇസ്തിഗാലു ബിത്തിജാറത്തി. ശിഷ്യന്മാർ ചില ആളുകൾ സുഫിയാൻ സൗരിയെ ബിസിനസ്സുകാരനായതുകൊണ്ട് ഒരു ഇൻകാർ ചെയ്ത സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഉസ്കുത്, മിണ്ടാൻ പാടില്ല. ലൗലാ ഹാദിഹി ദനാനീറു ലതമന്ദല ബിനാ ഹൗലാഇൽ മുലൂക്. നമ്മുടെ അടുത്ത് അത്യാവശ്യം കാശില്ലാമെങ്കിൽ ഇവിടുത്തെ വലിയ പ്രമാണിമാരെ ആളുകളൊക്കെ നമ്മളൊരു പാവയാക്കും, നമ്മളെ കയ്യിലെ ടവലാക്കി മാറ്റും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതോടൊപ്പം മതപഠനത്തോടൊപ്പം ഇത്തരത്തിലെ മേഖലയിൽ ഞാൻ ഇറങ്ങാനുള്ള കാരണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു വലിയ സൂഫിയായിരുന്നു. അദ്ദേഹം അതോടൊപ്പം വലിയ കച്ചവടക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു ബിസിനസ് ആവശ്യാർത്ഥം പല നാടുകളിലേക്കും നടക്കാറുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വലിയ ഇൽമുള്ള ആളായിരുന്നു. ഹാഫിദ് ശൈഖുൽ ഇസ്ലാം, ആലിമുദ്ദിയാരിൽ മിസ്രിയ, വമൻ യഫ്തഖിറു ബിവുജൂദിഹിൽ ഇഖ്ലീം. ബഹുമാനപ്പെട്ടവരും വലിയ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാർഷിക വരുമാനം 1000 ദീനാർ, യസ്തഗില്ലു 20,000 ദീനാർ, 20,000 ദീനാർ എന്ന് പറഞ്ഞാൽ 20,000 ദീനാർ അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ഉണ്ടായിരുന്നു. അബുൽ ഹക്കമുൽ കർമാനി റളിയല്ലാഹു അൻഹു വലിയ സർജനായിരുന്നു, വലിയ ഡോക്ടറായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു, കോർഡോവയിലുള്ള എഞ്ചിനീയർ ആയിരുന്നു. അതുപോലെ തന്നെ മെഡിസിൻ രംഗത്ത് തിളങ്ങിയ ആളായിരുന്നു, വിദഗ്ധ സർജനായിരുന്നു. അബൂബക്കർ ഇബ്നു അബീ ഈസ, അഹ്മദ് ഇബ്നു ഉമർ, അബൂ ഈസൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇബ്നു അബീ ഈസൽ അൻസാരി വഹുവ റിയാദിയുൻ, അദ്ദേഹം ഒരു മാത്തമാറ്റിക്സുകാരനായിരുന്നു. മിൻ ഉലമാഇൽ അൻദലുസ്, 4-ാം നൂറ്റാണ്ടിൽ. ഇങ്ങനെ തുടങ്ങി അന്തസാരംഗത്തുമൊക്കെ വലിയ പണ്ഡിതന്മാർ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ആദ്യമായി ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി ആയിരുന്നു അങ്ങനെ ഒരു ഇൻസാനുൽ ആലി, ഒരു യന്ത്രമനുഷ്യൻ ഉണ്ടാക്കിയതെന്ന് ഇമാം ഖതീബുൽ ബഗ്ദാദി താരീഖുൽ ബഗ്ദാദിൽ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഇങ്ങനെ അവസാനിക്കാൻ കഴിയാത്തത്ര കഴിഞ്ഞ കാലത്തുള്ള എല്ലാ ആലിമീങ്ങളും എഞ്ചിനീയറിംഗ് രംഗത്ത്, കണക്ക് രംഗത്ത്, ബിസിനസ് രംഗത്ത്, മെഡിസിൻ രംഗത്തൊക്കെ തിളങ്ങിയ ആളുകളായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു നമ്മുടെ ആളുകൾ ഇങ്ങനെ എല്ലാ സമയത്തും ഒരാവശ്യമുണ്ടാകുന്ന സമയത്ത് മഹലിൻ്റെ ലെറ്റർ പേടിയിട്ട് പോയി എൻ്റെ മോളെ കെട്ടിക്കാനുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയത്? അതുകൊണ്ട് കർണാടക വിദ്യാർത്ഥികൾക്ക് ഞാൻ
അന്വേഷിച്ച് മനസ്സിലാക്കിയിടത്തോളം പല ആളുകൾക്കും ഈ ബിസിനസ് സ്കില്ല് ഇന്നലെ എനിക്ക് കാണാനിടയായി. പല ജാതി ബിസിനസ്സുകളും ഇതിൻ്റെ പല മൂലകളിലും നടക്കുന്നുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിപ്ലവമായി മതം ഒരു ഭാഗത്തും ബിസിനസ് മറ്റൊരു ഭാഗത്തും ഉണ്ടാകട്ടെ. അതോടൊപ്പം എല്ലാ കലകളും നമ്മൾ മതപഠന രംഗത്ത് ഇൽമുൽ ബലാഗയും ഫസാഹയും ജോഗ്രഫിയും വാനശാസ്ത്രവുമൊക്കെ നമ്മൾ പഠിക്കണം. ഇതിനുള്ള മോട്ടിവേഷൻ പരിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് വായിക്കാൻ കഴിയും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അറേബ്യൻ ഭൂമിയിലൂടെ നടക്കുന്ന മരുഭൂമിയിലെ വലിയ കപ്പൽ, ആ ഒട്ടകം, അതിന്റെ സൃഷ്ടിപ്പ്, ഒരു ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ 100 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും വെള്ളമുണ്ടാവുക. അതുകൊണ്ട് ആ മരുഭൂമിയിൽ കറങ്ങാൻ പറ്റുന്ന രീതിയിൽ അല്ലാഹു തആല ആ പേടകത്തെ, ആ വാഹനത്തെ, ആ മൃഗത്തെ സംവിധാനിച്ചതിന്റെ രഹസ്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? വൈലസ്സമായി കൈഫ റുഫിയത്. ഈ ആകാശങ്ങളെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത്. ഇങ്ങനെ തുടങ്ങി ഖുർആനിന്റെ വചനങ്ങൾ. വഅഇദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ ഖുദൂ മാ ആതൈനാകും ബിൽ ഖുവ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലൈഫ് ഖാല റസൂലുള്ളാഹി. എല്ലാ രംഗത്തും നല്ല ആർജവമുള്ള എല്ലാ കഴിവുകളും, ഭാഷാരംഗത്ത് ഒരു കർണാടക മാത്രമല്ല, കർണാടകയും ഉറുദും അറബിയും ഇംഗ്ലീഷും അങ്ങനെ തുടങ്ങി മന്ദിക്കും മാനിയും ഇൽമുൽ ബലാഗയും ജോഗ്രഫിയും ഒക്കെ മനസ്സിലാക്കി അനായാസം ഏത് മേഖലകളിലും ദർസ് നടത്താൻ കഴിയുന്ന ഒരു മുഅ്മിന്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലൈഫ്. വയന്നിങ്ങനെ സഞ്ചാൻ പോലും വായിക്കാൻ അറിയാത്തവനേക്കാൾ വലിയ ഖൈറാണ്. അതുകൊണ്ട് ഈ കലാപരിപാടി ഇതിലേക്കുള്ളൊരു നായികക്കല്ലാവട്ടെ, അല്ലെങ്കിൽ ഒരു പാലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.